ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അനുഭവത്തിലുള്ളതും എനിക്ക് അറിയുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും ഇല്ലേ? ഒരുപാട് കുഞ്ഞു അല്ലെങ്കിൽ വലിയ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഈ ആഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? എത്ര ചെറിയ ആഗ്രഹമായാലും വലിയ ആഗ്രഹമായാലും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പ്രയത്നിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും കുറേ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ചെറുതാണെങ്കിൽ കൂടി ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ വലിയ രീതിയിൽ തന്നെ ആഗ്രഹിക്കും. പക്ഷെ അതിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കാറുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും പ്രവർത്തിക്കാറില്ല. ആഗ്രഹിക്കുന്നതിനൊട്ട് കുറവുമില്ല കേട്ടോ. പ്രയത്നിക്കാറും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കയ്യും കണക്കും അതിന് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ആഗ്രഹിക്കും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യൂല. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിലാണ് എനിക്ക് ഒരുപാട് ചിന്തകളും ആഗ്രഹങ്ങളും വരുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ആഗ്രഹങ്ങളോ ആ ചിന്തകളോ ഒന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത്രയും കാലം ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാലം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇനിയെങ്കിലും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ച സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇതൊന്നുമല്ല ഞാനിപ്പോൾ ഈ പറയുന്നതൊന്നും അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചിന്ത കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണ് ചിന്തിച്ചിരുന്നത്, ഞാൻ ഏത് രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ മറന്നുപോയി. എന്തൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കണോ, ഏതൊക്കെ രീതിയിൽ സംസാരിക്കണോ, ഏതൊക്കെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞ് ആ ഒരു ടൈമിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണോ? പിന്നീട് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ച സമയത്ത് ഞാൻ എന്താണോ നേരത്തെ ആലോചിച്ചത്, അല്ലെങ്കിൽ ഏതൊരു തലത്തിലാണോ ഏതൊരു രീതിയിലാണോ ഞാൻ ആലോചിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ കാര്യങ്ങളടക്കം ഞാനിപ്പോൾ എഴുതി വെച്ചിട്ടാണ്. ഞാൻ എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളതടക്കം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് എപ്പോഴും നമ്മളുടെ കൈയെത്തും ദൂരത്ത് ഒരു ബുക്കും പേനയും വേണമെന്നുള്ളത്. ആ ഒരു തീരുമാനം ഞാൻ എടുത്തു. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ആ ഒരു ടൈമിൽ തന്നെ അത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ എഴുതുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഞാൻ ഒരുപാട് നല്ല വാക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ എനിക്കത് ഇപ്പോഴൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും കിട്ടുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് തോന്നുന്നു, ആ തോന്നുന്നത് നമ്മൾ കുറിച്ച് വെക്കാൻ പഠിക്കണം, ശീലിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൊതുവേ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ മിക്കവാറും സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? തീർച്ചയായിട്ടും നമ്മുടെ അടുക്കളയിലായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് അടുക്കളയിൽ, വീട്ടിലാണ്. അപ്പോൾ ഞാനൊരു ബുക്കും പേനയും എടുത്തിട്ട് നേരെ അടുക്കളയിലാണ് കൊണ്ടുവയ്ക്കുന്നത്. ആ ഒരു സമയം നമ്മളിപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്ന
ശീലമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, വേറെ ഒരു ശല്യങ്ങളോ സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ടൈമിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ ചിന്തയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. ആ ഒരു ടൈമിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് എന്തൊക്കെ ചിന്തകൾ കടന്നു വരും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കടന്നു വരും. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ഒരു ടൈമിൽ തന്നെ അതൊന്ന് നമ്മൾ കുറിച്ച് വയ്ക്കുക. നമുക്ക് ആ അടുക്കളയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് ആ വീടിനുള്ളിലുള്ള എന്താ പറയുക, വീട് വൃത്തിയാക്കുക, മക്കളുടെ കാര്യം നോക്കുക, വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കുക. ഇതല്ലാതെ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കും. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അല്ലേ. ആ കിട്ടുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ എഴുതി വെക്കുന്ന ഒരു കാര്യങ്ങൾ ഇന്ന് മുതൽ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക, അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾ ആ അതിരാവിലെ നിങ്ങൾ ആ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്ന് നമ്മൾ എഴുതി വെക്കുന്നുണ്ടല്ലോ. ആ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ അടുക്കളയിലുള്ള പണികളൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിരിക്കുന്ന ഒരു ടൈമിൽ ഞാൻ രാവിലെ ചിന്തിച്ചു, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് രാവിലെ ചിന്തിച്ചു, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു വരുന്നത്, അതിന് ശേഷമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന, നമ്മൾ കുറിച്ച് വെച്ചിരിക്കുന്ന ബുക്ക് എടുക്കുക. അതിലെന്തൊക്കെ നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങളാണോ നമ്മളതിൽ കുറിച്ച് വെച്ചിട്ടുള്ളത്, നമ്മൾ രാവിലെ ചിന്തിച്ച കാര്യങ്ങൾ നമ്മളിപ്പോൾ കുറിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ആ ഒരു ടൈമിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ രാവിലെ ചിന്തിച്ചിട്ടുള്ള, രാവിലെ ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അത് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പോയിൻ്റെങ്കിലും നിങ്ങൾക്ക് രാവിലെ കുറിച്ച് വെച്ച ബുക്കിൽ നിന്നും കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ ശീലങ്ങൾ തന്നെ ഒരുപാട് നല്ല രീതിയിലേക്ക്, നല്ല തലത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മളുടെ രീതിയിൽ, നമ്മളുടെ ശീലങ്ങളിൽ തന്നെ ഒരു നല്ല ശീലം കൂടെ നമുക്ക് ഉൾപ്പെടുത്തിയെടുക്കാനും മാറ്റിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പ്രാവശ്യം നമുക്ക് പുതിയൊരു വിഷയമായിട്ട് സംസാരിക്കാം. ഓക്കെ, ബൈ.